ഹലോ, നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. ഓം എൻസെഡിൻ്റെ ഓണം കുക്കിംഗ് സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങമാസത്തിലെ 2-ാം ദിവസമാണ്. ഏതാനും നാൾക്കുള്ളിൽ തിരുവോണം ഇങ്ങ് വന്നെത്തി. പൂക്കളവും ഓണത്തപ്പനും ഓണക്കോടിയും തിരുവാതിരക്കളിയുമെല്ലാമായി നിങ്ങളെല്ലാവരും മാവേലി തമ്പുരാനെ വരവേൽക്കുവാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ പഴമൊഴി. കാരണം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിശേഷോത്സവമാണ് ഓണം. അതുകൊണ്ട് തന്നെ 24ഓളം വിഭവങ്ങൾ അടങ്ങുന്ന സമൃദ്ധമായ ഒരു സദ്യ ആയിരിക്കണം ഒരു ഓണസദ്യ. ഓണസദ്യയിലെ ഒരു പ്രധാന വിഭവം ഇന്ന് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ടേ? ലെറ്റ്സ് ഗോ. നമസ്കാരം മീര ചേച്ചി. നമസ്കാരം അതുല്യ. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീമതി മീര സുരേന്ദ്രനാണ്. മീര ചേച്ചിയും സുരേന്ദ്രൻ ചേട്ടനും നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതരായ വ്യക്തികളാണ്. ഓം എൻസെഡിന്റെ തുടക്കം മുതൽ തന്നെ വൺ ഓഫ് അവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടേഴ്സ്, ആക്റ്റീവ് മെമ്പേഴ്സ്, ഹെൽപ്പിംഗ് ഹാൻഡ്. വെൽക്കം മീര ചേച്ചി. താങ്ക് യു അതുല്യ. വിളിച്ചതിന് താങ്ക് യു. ടു ടേക്ക് പാർട്ട് ഇൻ ദിസ് ഇവന്റ് ഐ എം വെരി ഹാപ്പി. താങ്ക്സ് ടു യു മീര ചേച്ചി, ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന്. താങ്ക് യു. മീര ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ? മെല്ലെ ഇങ്ങനെ അത് തുടങ്ങുന്നുണ്ട്. അതിന്റെ പ്രിപ്പറേഷൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത്. ചേച്ചി സാധാരണ വീട്ടിൽ നമ്മുടെ ഓണത്തിന് വിളമ്പുന്ന ശർക്കര ഉപ്പേരി അല്ലെങ്കിൽ ബനാന ചിപ്സ്, നമ്മുടെ കായ വറുത്തത്, ഇതൊക്കെ വീട്ടിൽ തയ്യാറാക്കുകയാണോ അതോ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണോ ചെയ്യാറ്? പണ്ടൊക്കെ ഞാൻ ചെയ്യാറ്. പണ്ട് ഇവിടെ നമുക്ക് നേന്ത്രക്കായ് കിട്ടാറുണ്ടായിരുന്നു, അന്നേരം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുക. അതിന് പുറമെ ഞാൻ അച്ചാറും നാരങ്ങക്കറി, അത് മലബാർ സ്പെഷ്യലാണ്. നാരങ്ങക്കറി, കൂട്ടുകറി, ഇതൊക്കെ എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കും. വീട്ടിലുണ്ടാക്കുക? എല്ലാം വീട്ടിലുണ്ടാക്കും. ഓ, ചേച്ചിയുടെ നാട് കണ്ണൂരാണ്. അപ്പൊ കണ്ണൂരിലെ വിശേഷങ്ങൾ, അവിടുത്തെ ഓണാഘോഷങ്ങൾ, അതിന്റെ ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ മീര ചേച്ചി? അതൊക്കെ പറഞ്ഞാൽ അത് തീരില്ല. എന്തായാലും നല്ലൊരു ഓർമ്മക്ക് ഞാൻ എൻ്റെ മക്കളൊക്കെ വീട്ടിൽ വരും. മക്കൾ വീട്ടിൽ വന്ന് ഞാൻ എല്ലാം ഉണ്ടാക്കും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉണ്ടാക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. സോ സെയിമാണ് നമ്മളെ എല്ലാ സൈഡിലും ഉണ്ടാക്കുന്ന അതേ പ്രിപ്പറേഷൻ തന്നെയാണ് കണ്ണൂരും ഉള്ളതിൽ. അതിൽ 1-2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഒരു ഇത്തിരി ഡിഫറെൻറ്റ്. അതിൽ നാരങ്ങക്കറി ഒരു ഇത്തിരി ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ കൂട്ടുകറി ഉണ്ടാക്കും. ദാറ്റ് ഈസ് ഓൾ ദ അതേഴ്സ് എല്ലാം സെയിം. അപ്പോൾ കണ്ണൂർ സൈഡിലുള്ള ഒരു വിഭവമാണോ ചേച്ചി ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്? അതെ, ഇന്ന് ഞാൻ എല്ലാ സൈഡിലും നിങ്ങളൊക്കെ ഇഞ്ചിക്കറി ഉണ്ടാക്കും, അതൊക്കെയാണ് ഞാൻ കണ്ടുവരുന്നത് ഇവിടെ. പക്ഷെ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നാരങ്ങക്കറി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ എന്നുള്ള ഒരു ഇതിലാണ് ഇന്നിപ്പോൾ നാരങ്ങക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. നാരങ്ങക്കറി പറഞ്ഞ അച്ചാർ പോലെയാണോ അതോ? അച്ചാറല്ല, നാരങ്ങ അച്ചാർ അത് വേറെയാ. ഇത് പക്ഷേ ഇഞ്ചിക്കറി പോലെ തന്നെ ആയിരിക്കും. പക്ഷെ ഇത്ര ലിറ്റിൽ വേരിയേഷൻ, അത്രയേ ഉള്ളൂ, ചെറിയൊരു വേരിയേഷൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ചേച്ചി? ഓക്കെ, നമുക്ക് തുടങ്ങാമല്ലോ, വാ. അപ്പോൾ നമ്മളിപ്പോൾ മീര ചേച്ചിയുടെ കിച്ചണിലാണ് നിൽക്കുന്നത്. ചേച്ചി ഈ റെസിപ്പിയുടെ വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അവിടെ തയ്യാറാക്കി ഓൾറെഡി നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. മീര ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തിയാലോ എല്ലാ ഇൻഗ്രീഡിയൻസും? ഇത് നാരങ്ങ, ഇത് ലെമൺ ആയാലും എടുക്കാം, അല്ലെങ്കിൽ ലൈം എടുക്കാം. അതല്ല, ഞാൻ എടുത്തത് ലൈമാ, ഇല്ലെങ്കിൽ നമുക്ക് ലെമണും യൂസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ മെയിൻ ആള് വന്നിട്ട് പുളിയാ. പുളി, പിന്നെ കുറച്ച് ശർക്കര, കുറച്ച് ഉലുവയും ഉഴുന്നും ആദ്യം തന്നെ വറക്കണം. പിന്നെ തടുക്കയിടാൻ ഇത് കടുക്, മുളക്, കരിവേപ്പില, പിന്നെ കാര്യമായിട്ട് ഒരു ഇത് വന്നിട്ട് മുളക് പൊടിയും വേണം. ഓക്കെ ചേച്ചി, നേരത്തെ ചേച്ചി പറഞ്ഞു ഇത് ഇഞ്ചിക്കറി അല്ലെങ്കിൽ അതുപോലെയാണ്, പിക്കിളിന്റെ ഒരു ടേസ്റ്റ് അല്ല. അപ്പൊ എന്താണ് ശരിക്കും വ്യത്യാസം? കാരണം മിക്കവാറും പിക്കിളിലും നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അല്ലേ യൂസ് ചെയ്യാറ്. ഇത് സെയിം ഇൻഗ്രീഡിയൻസ്, പക്ഷെ ഒരേ ഒരു ഡിഫറെന്റ് പുളിയാ. അപ്പൊ ഇതിൽ പുളി കുറച്ച് കൂടുതലായി നിൽക്കും അല്ലെ എരിവിനെക്കാട്ടിലും, അങ്ങനെയാണോ? പുളിയാണ്. എന്താ വെച്ചാൽ ഇതിന്റെ പുളിയും ഉണ്ടാവും. ഇത് 2 ദിവസം കഴിയുമ്പോ ഇതിന്റെ പുളിയും ഇറങ്ങും. ഓക്കെ. അപ്പൊ പിന്നെ 2 പുളിയാവുമ്പോ കറിക്ക് നല്ല പുളിയും നല്ല എരിവും എല്ലാം ഉണ്ടാവും. അപ്പൊ പിന്നെ നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്താ കുക്കിംഗ് തുടങ്ങിയാലോ ചേച്ചി? തുടങ്ങാം. ഓക്കെ ചേച്ചി, അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ പുളി വന്നിട്ട് വെള്ളത്തിൽ ഒഴിച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ടേക്സ് സം ടൈം അല്ലേ. അപ്പൊ പുളി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിന്റെ വെള്ളം എടുക്കാം. ഓക്കെ. അപ്പൊ ഇപ്പൊ കത്തിക്കണ്ട അല്ലേ? ഇല്ല, ആയിട്ടില്ല.
ഇനി അടുപ്പ് കത്തിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വെള്ളം ചേച്ചി തിളപ്പിക്കുകയാണ്. ആദ്യം പുളിവെള്ളം തിളപ്പിച്ചിട്ട് അത് ഒന്ന് തിളക്കുമ്പോൾ അതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എടുക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റ് ഫോർ എ സെക്കൻഡ്. ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മഞ്ഞളും മുളകും ഇടാം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് അങ്ങ് ചെയ്യാം. എണ്ണ വേണോ? ഇല്ല ഒന്നും വേണ്ട. ഉലുവ പിന്നെ ഉഴുന്ന് ഇത് രണ്ടും ഒന്ന് നമുക്ക് വറക്കണം. നല്ല ചുവക്ക വറക്കുകയും ചെയ്യണം. നല്ല ബ്രൗൺ ആവുന്ന വരെ ഇത് വറക്കണം. ഓക്കെ, ഇത് തിളക്കുന്ന സമയം കൊണ്ട് ഇത് വറുത്ത് റെഡിയാക്കിയിട്ട് പൊടിച്ച് അതിൽ നമുക്ക് ഇടണം. അത്രയേ ഉള്ളൂ. വറുത്ത് നമ്മൾ ഒന്ന് തണുപ്പിച്ച് പൊടിക്കണം. എന്നിട്ടാണ് ഇതിൽ ചേർക്കാൻ പറ്റും. ചേച്ചി പിക്കിളൊക്കെ ഉണ്ടാക്കാറുണ്ടോ വീട്ടില്? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കണ്ണിമാങ്ങ അല്ലെങ്കിൽ അങ്ങനത്തെ അച്ചാറൊക്കെ അതൊന്നും ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. എങ്ങനെ ഉണ്ടാക്കാറ്? ഗ്രീൻ ആപ്പിൾ ഒക്കെ വെച്ചിട്ടാണോ ഉണ്ടാക്കാറ്? എനിക്ക് ഇഷ്ടാ, അച്ചാർ ഇഷ്ടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ അത് അടുത്ത് തുടങ്ങിയതാ. അതിന് ഞാൻ പച്ച ആപ്പിള്, അത് ഗ്രീൻ ആപ്പിള്, പക്ഷെ ഇറ്റ് ഹാസ് ടു ബി നോട്ട് റൈപ്പ്, ഗ്രീൻ ആയിട്ട് കിട്ടും, ഇത്തിരി പുളിയുള്ള അത് വാങ്ങി അത് അച്ചാറിടും. അതുകൊണ്ട് അച്ചാറിടും. മാങ്ങ അച്ചാറിന്റെ സെയിം പാറ്റേണും പക്ഷെ ഇത് ആപ്പിളുണ്ട്. ഞാനത് എവിടേക്ക് കഴിച്ചിട്ടുണ്ട്. വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ല ആപ്പിൾ ആണ് മാങ്ങയാണോ എന്നുള്ളത്. ലാസ്റ്റിൽ ഒരു ചെറിയൊരു മധുരം കിട്ടും. അത്രേ ഉള്ളൂ. ആപ്പിളിന്റെ ഒരു ചെറിയ മധുരം, അത്രേ ഉള്ളൂ. ഇത് നമ്മളെ ഉഴുന്നും ഒലുവിയും ആ കളറ് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു ബ്രൗണിഷ് ഇതായി കഴിയുമ്പോൾ ഇത് ഓഫാക്കാം. ആ സമയം കൊണ്ട് നമ്മൾ മറ്റേ ആള് റെഡിയായി തിളച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് മഞ്ഞപ്പൊടി. ഒരു ഔഷധം കൂടിയാണെന്നാണല്ലോ പറയുക. അതെ, അതുകൊണ്ടാണല്ലോ നമ്മളെ ഡിഷസിലെല്ലാം. ഇത് മുളക് പൊടി 1 2 3 നല്ല എരിവ് വേണല്ലോ അല്ലേ? നല്ല നിറയെ മുളക് പൊടി ഒരു 5 6 ടീസ്പൂണാണ്. ഇത് ചെറിയ ടീസ്പൂണിലാണ് ഇടുന്നത്, അതുകൊണ്ട് 6 ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് വേണമെങ്കിൽ എരിവ് നമുക്ക് വേണ്ടതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ പിന്നെ കുറച്ചുകൂടി എരിവ് വേണം തോന്നുന്നവർക്ക് പച്ചമുളക് മുറിച്ചിടാം. അത് അപ്പൊ ഒരു ഡിഫറെന്റ് എരിവിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. വേണ്ട, അത് വെറുതെ അങ്ങനെ ഇട്ടാൽ മതി. ശരി. ഇത് നിർബന്ധമില്ല. എരിവ് കവർച്ച അധികം വേണം തോന്നുന്നവർക്ക് ഇത് ഇടണം. പിന്നെ ഇനിയിപ്പോൾ നമ്മളെ മെയിൻ ആള് ചെറുനാരങ്ങ ഞാൻ ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ അങ്ങ് ഇട്ടാൽ അത് കഴിഞ്ഞു. ഇതായാൽ ഇത് ഇളക്കി നല്ലോണം കുറച്ച് യോജിപ്പിക്കുക. എന്നിട്ട് ഒന്ന് തിളക്കാൻ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവസാനം ഈ പൊടി ഇടണ്ട. ഇപ്പോൾ ഇടാനില്ല. അപ്പോഴത്തേക്ക് ആ പൊടി ഒന്ന് തണുക്കും. നമുക്കൊന്ന് പൊടിക്കാനുള്ള കറക്റ്റ് ആയിട്ട് അതിനുള്ള ടൈം ഉണ്ടാവും. ഇപ്പൊ അതാ ഉലുവിയും ഉഴുന്നും കൂടി വാർത്തിട്ടുള്ള ആ പൊടി ഇടുന്നുണ്ട്. അതും ഇത് കുറച്ച് ശർക്കര. ഇത് ബാലൻസിങ് ആണല്ലോ ആള്. നമ്മൾ ഉപ്പിടുന്നു. അപ്പൊ ഈ ഉലുവിയും ഉഴുന്നും പൊടിച്ച ആ മിക്സ് ആണെന്ന് തോന്നുന്നു. അതും പുളിയാണ് ഇതിന്റെ ഒരു ഡിഫറെന്റ്. മറ്റേ പിക്കിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് അല്ലേ? ഇത് ഉപ്പ്. നല്ല സ്മെൽ ഓൾറെഡി വന്നു തുടങ്ങി. നാരങ്ങയുടെ ആ ഒരു ഫ്ലേവറും മണവും ഒക്കെ വരുന്നുണ്ട്. ചേച്ചി ഇത് എല്ലാ ഓണം, വിഷു അങ്ങനത്തെ ആഘോഷങ്ങൾക്കൊക്കെ ഇത് എപ്പോ ഞാൻ വീട്ടിലുണ്ടാക്കി അത് സദ്യയിൽ ഒരു ഇത് ഐറ്റം എനിക്ക്. ഇത് ഏകദേശം നല്ലോണം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത് ഒരു കുറുകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഓഫാക്കി നമ്മൾ വറവിടുന്ന ലാസ്റ്റ് പാർട്ട് ഓഫ് നമ്മളെ കറിവേപ്പില ഇതിലിടാം. കറിവേപ്പില പിന്നെ നമ്മുടെ എല്ലാ അതില്ലാണ്ട് ഓൾമോസ്റ്റ് ഇടേണ്ട ഒരു കാര്യമാണ് കറിവേപ്പില. അപ്പൊ അത് ഇട്ട് ഇനിയിപ്പോ ഓയില്
ചേച്ചി ഏത് ഓയിലാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് കുക്കിങ്ങിനൊക്കെ? കുക്കിങ്ങിന് ഇതിന് ഞാൻ അധികം വറവിടാൻ ഞാൻ യൂസ്വലി കോക്കനട്ട് ഓയിലാണ് എടുക്കുക. പക്ഷെ നാരങ്ങ കറിക്ക് കോക്കനട്ട് ഓയിൽ അത്ര ശരിയാവില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് നോർമൽ ഓയിൽ മാത്രമേ, സൺഫ്ലവർ ഓയിൽ എടുത്ത ഇതിന്, ഈ കറിക്ക് മാത്രം. ഈ കറിക്ക് ഇതിൽ കടുക്, നമ്മുടെ കടുക് ഏതാണ്ട് തിളച്ച് എണ്ണ തിളച്ച് കടുക് പൊട്ടാറായി. ഇനിയിപ്പോൾ ഞാൻ അതിലൊരു ടീസ്പൂണ്, ചെറിയ ഹാഫ് ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട് ഇതിൽ, ജസ്റ്റ് ഒരു ഫ്ലേവറിനാണ് ഇത്. എന്നിട്ട് നമ്മൾ ഉണക്കമുളക്, വറ്റൽമുളക് അല്ലേ? വറ്റൽമുളക് നമ്മളെ ഭാഗത്ത് ഇത് ഉണക്കമുളകാണ്. നമ്മുടെ സൈഡിലൊക്കെ വറ്റൽമുളക്. വേറെ ഒന്നും അതിൽ ചേർക്കണ്ട അല്ലേ? ഇത് അത് നിർബന്ധമില്ല, ഇത് ജസ്റ്റ് ഓപ്ഷണൽ ആണ്. ഞാൻ തമിഴ്നാട് ആയതുകൊണ്ട് ഓക്കെ. അങ്ങനെ നമ്മൾ നാരങ്ങാക്കറി റെഡി അല്ലേ? ചേച്ചി ഇനി സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ? ഇത് സ്റ്റോർ ചെയ്ത് വെച്ച ഇത് ഇവിടെ നിന്ന് ഇത് എൻ്റെ വീട്ടിൽ ഇതൊരു 2 weeks വരെ ഞാനിത് വെക്കും. ഇതാണ് നമ്മൾ നാരങ്ങാക്കറി ടേസ്റ്റ് ചെയ്യാൻ. ഇതാ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ മീര ചേച്ചിയുടെ നാരങ്ങാക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചേച്ചി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസും കുക്കിംഗ് രീതിയും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. സോ വളരെയധികം നന്ദി മീര ചേച്ചി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. നോക്കട്ടെ ചേച്ചി. ചേച്ചി പറഞ്ഞ പോലെ തന്നെ എരിവും പുളിയുമാണ് ഇതിന് മുന്നോട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സദ്യ വട്ടത്തില് വളരെ നല്ല ഒരു ഐറ്റം തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ സൈഡിലുള്ള സ്പെഷ്യൽ ഒരു ഡിഷാണ് ഇത്, ഒരു നാരങ്ങാക്കറി. പിക്കിളിന്റെ ചെറിയ ടേസ്റ്റും ഒക്കെ നമുക്ക് തോന്നും, പക്ഷേ പുളി നല്ലോണം ഇതിലുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ ഉഴുന്നും ഉലുവയും പൊടിച്ചു ചേർക്കുന്ന, വറുത്ത് പൊടിച്ചു ചേർക്കുന്ന മറ്റൊരു പൊടിയാണ് ഇതിന്റെ വേറൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. സോ വളരെ നന്നായിട്ടുണ്ട് ചേച്ചി, താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും എനിക്ക് ഉറപ്പാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ഓണം കുക്കിംഗ് സീരീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. മീര ചേച്ചി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാക്കറിയാണ് നമുക്കിന്ന് പരിചയപ്പെടുത്തി തന്നത്. ഞാൻ രുചിച്ചു നോക്കി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. മീര ചേച്ചി, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തു. വളരെ നന്നായി തന്നെ ഈ ഡിഷിനെ കുറിച്ചും ഇതിന്റെ കാര്യങ്ങളും ഉണ്ടാക്കേണ്ട രീതിയും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. താങ്ക് യു വൺസ് അഗൈൻ സോ മച്ച് ആൻഡ് വിഷ് യു എ വെരി വെരി ഹാപ്പി ഓണം. വിഷ് യു ഓൾ എ ഹാപ്പി ഓണം. നന്ദി, നമസ്കാരം.